കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിൽക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനം പഠിക്കുകയാണല്ലോ. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണം. നമുക്ക് ആരെങ്കിലും എബ്രായ ലേഖനത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള പ്രാപ്തി ഉണ്ടാകണം. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് ദൈവത്തിന്റെ പുത്രനാണ്. ആ പുത്രൻ മുഖാന്തരം ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. പഴയ നിയമത്തില് സംസാരിച്ചത് പ്രവാചകന്മാർ മുഖാന്തരമാണ്. ദൂതന്മാരായിരുന്നു മധ്യസ്ഥരായിട്ടിരുന്നത്. അപ്പം ഇന്ന് ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം സംസാരിച്ചു. പഴയ നിയമത്തിന്റെ തുടർച്ചയാണ് പുതിയ നിയമം. അത് നമ്മൾ മറന്നുപോയി. ഒരു പ്രസ്ഥാനമോ പ്രമാണമോ അല്ല ഈ പുതിയ നിയമം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ തുടർച്ചയാണ്. പഴയ നിയമം ദൈവമാണ് നൽകിയത്, പുതിയ നിയമം ദൈവമാണ് നൽകിയത്. ദൈവം എന്തിനാണ് ഒരു പുതിയ നിയമം നൽകിയത് എന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ദൈവം തന്റെ പുത്രനെ അർപ്പിക്കാനായിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ തീരുമാനിച്ചത്. അത് നിവർത്തിക്കുന്ന സമയം വരെ, മനസ്സിലായി, അതിനു വേണ്ടി, ആ കാലത്തിന് വേണ്ടി ഒരുക്കാനായിട്ട് ദൈവം ഒരു പ്രമാണം നേരത്തെ തന്നു എന്ന് മാത്രമേ. പഴയ നിയമത്തിലെ യഹോവയും ക്രിസ്തുവും ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒരാളാണെന്ന് പറയാൻ പ്രയാസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തെ കുറിച്ചാണ് കൂടുതലായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. പിതാവാം ദൈവത്തെ കുറിച്ചാണ്. എന്നാൽ പിതാവാം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് നീ ജനിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമുള്ള ആളാണ് ദൈവത്തിന്റെ പുത്രൻ. കാരണം പിതാവിൽ നിന്ന് ജനിച്ചവനാണ് ദൈവത്തിന്റെ പുത്രൻ. അതുകൊണ്ട് ജനിച്ചപ്പം മനുഷ്യന് ജനിച്ചൊരു കുഞ്ഞ് ആടിനെ പോലിരിക്കും, മനുഷ്യനായിട്ട് തന്നെ ഇരിക്കും. അപ്പം അവനെ കണ്ടാൽ അപ്പൻ്റെ കൂട്ടിരിക്കുന്നു പറയത്തില്ല. അപ്പം കർത്താവ് പിതാവിൽ നിന്ന് ജനിച്ചതാണ്. അതുകൊണ്ട് പിതാവിനെ പോലെ ഇരിക്കും. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ സാധിക്കത്തില്ല. പിതാവ് ശരീരം ധരിച്ചിട്ടില്ല. പിതാവ് ആത്മാവാണ്. പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ ശരീരധാരിയായി തീർന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ്. അതിന് മുമ്പ് ഒരിക്കലും ശരീരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ശരീരം എടുത്തു വന്നപ്പോൾ പിതാവിനെ കാണണമെന്ന് പറഞ്ഞാൽ അരൂപിയായ പിതാവിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അപ്പം എന്നെ കണ്ടാൽ മതി, മനസ്സിലായി? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. ഒന്നുകൂടെ വ്യക്തമായിട്ട് എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടതാണ്, അവൻ തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയുമാണ്. തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് എക്സ്പ്രസ് ഇമേജ് എന്നാണ്. ദൈവത്തിന്റെ കാണപ്പെട്ട രൂപമാണെന്നാണ് പറയുന്നത്. അതുപോലെ അവന്റെ തേജസ്സിന്റെ പ്രഭയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തേജസ്സിന്റെ പ്രഭ. നമുക്ക് സൂര്യനെ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റും? ഒരിക്കലും കാണാൻ പറ്റില്ല. സൂര്യന്റെ പ്രഭയാണ് നമ്മൾ കാണുന്നത്. സൂര്യന്റെ തേജസ്സാണ് കാണുന്നത്. അപ്പോൾ സൂര്യന്റെ തേജസ് കണ്ടവർ ആരെ കണ്ടിരിക്കുന്നു? സൂര്യനെ കണ്ടിരിക്കുന്നു, മനസ്സിലായി? അപ്പോൾ അതുപോലെയാണ് തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയുമാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പം പിതാവിനെ ആർക്കും കാണാൻ സാധിക്കുകയില്ല, കാണാൻ പറ്റുകയില്ല. പിതാവ് ആത്മാവാണ്. അപ്പം ആത്മാവാകുന്ന ദൈവത്തിൽ നിന്ന് അനാദിയിലെ ജനിപ്പിച്ച പുത്രനാണ് യേശുക്രിസ്തു. അപ്പം ഇവിടെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് പ്രവാചകന്മാർ മുഖാന്തരം നമുക്ക് ലഭിച്ചു ദൈവത്തിന്റെ അരുളപ്പാട്. അത് ഭാഗമായിട്ടാണ് ലഭിച്ചത്, കുറേശ്ശെയായിട്ടാണ് ലഭിച്ചത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവത്തിന്റെ പുത്രൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് ലോകത്തിൽ ജന്മമെടുത്തു. അപ്പൊ സ്ത്രീയിൽ നിന്ന് ജനിച്ച് ഈ ലോകത്തിൽ ജന്മമെടുത്ത ദൈവത്തിന്റെ പുത്രൻ നമുക്കൊരു ഫൈനൽ റെവലേഷൻ, ദൈവത്തെക്കുറിച്ചുള്ള ഒരു അവസാനമായ വെളിപ്പാട് തരാൻ, പൂർണ്ണമായ വെളിപ്പാട് തരാനായിട്ട് വന്നു. അപ്പം നമ്മളെ ഒരു കുഞ്ഞിനെ നമ്മൾ അക്ഷരമൊക്കെ കുറേശ്ശെയായിട്ട് പഠിപ്പിച്ചതിന് ശേഷം അവൻ വായിക്കാനുള്ള പ്രാപ്തിയായി കഴിഞ്ഞപ്പോൾ അവന് ബുക്ക് കൊടുത്തു. കാര്യങ്ങൾ പിന്നെ
അവന് പഠിപ്പിക്കുന്ന അക്ഷരം പഠിപ്പിക്കുകയല്ല, പിന്നെ അവന് ജ്ഞാനം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതുപോലെ തന്നെ ആദ്യം ഭാഗമായിട്ട് നമുക്ക് പിതാക്കന്മാർ പ്രവാചകന്മാർ മുഖാന്തരം അരുളപ്പാട്, അവസാനത്തിൽ പൂർണ്ണമായ വെളിപ്പാട് ദൈവത്തിന്റെ പുത്രനിലൂടെ നമുക്ക് നൽകിയിരിക്കും. ആ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരായിരുന്നു. അന്ന് അവർക്ക് കൈമാറ്റം ചെയ്ത ദൂതന്മാര് ദൈവത്തിന്റെ സേവകാത്മാക്കളാണ്. അവരാരും ദൈവപുത്രന് തുല്യരല്ല. മനസ്സിലായി? അവരാരും ദൈവപുത്രന് തുല്യരല്ല. ദൈവത്തിന്റെ പുത്രൻ പിതാവ് നിത്യനായിരിക്കുന്ന പോലെ നിത്യനാണ്. പിതാവ് തേജോമയനായിരിക്കുന്ന പോലെ തേജോമയനാണ്. പിതാവ് ഒരു കാര്യവും സ്വന്തമായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. സൃഷ്ടിച്ചതെല്ലാം പുത്രനാണ് സൃഷ്ടിച്ചത്. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ദൈവത്തിന്റെ പുത്രനാണ് സകലവും രൂപകൽപ്പന ചെയ്യുന്നത്. ദൈവത്തിന്റെ പുത്രനാണ് നിത്യമായിട്ട് മനുഷ്യരെ വാഴാൻ പോകുന്നത്. അവന്റെ രാജ്യത്വത്തിന്റെ വർധനത്തിനും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. എവിടെ വായിക്കുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു പേർ വിളിക്കപ്പെടും. അവന്റെ രാജ്യത്വത്തിന്റെ വർധനത്തിനും സമാധാനത്തിനും അവസാനം ഉണ്ടാകി. അവസാനിക്കാത്ത ദൈവരാജ്യം സ്ഥാപിച്ച് നിലനിൽക്കുന്ന ആരാണ്? ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാണ്. അവരാണ് നിത്യമായ ദൈവരാജ്യത്തിന്റെ അധിപതിയായി അല്ലെങ്കിൽ രാജാവായിട്ട് വാഴാൻ പോകും. പിതാവാം ദൈവം നേരിട്ട് വാഴുന്നില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് അവസാനമായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ൽ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കും, അതുകൊണ്ട് നിങ്ങൾ പോകുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായി? അപ്പം സകല അധികാരവും ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ഒഴിവാക്കിക്കൊണ്ട് പിതാവ് ഒരു കാര്യം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ദൈവപുത്രനെ വിളിക്കുന്ന എന്താണ്? പിതാവിൽ നിന്ന് ജനിച്ചവൻ, സൃഷ്ടിയല്ല. പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ, ഒരിക്കലും സൃഷ്ടിയല്ല. സകലവും സൃഷ്ടിച്ചത് ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. അതുപോലെ പിതാവിൽ നിന്ന് പുറപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യസ്ഥനാണ് ആര്? പരിശുദ്ധാത്മാവ്. അപ്പം പിതാവിൽ നിന്ന് പുറപ്പെട്ട് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയായാണ് ദൈവപുത്രൻ സകല കാര്യങ്ങളും ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം പിതാവിൽ നിന്ന് പുറപ്പെട്ട് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സകല കാര്യങ്ങളും ചെയ്യുന്നവനായ ദൈവപുത്രനിലും ഈ പരിശുദ്ധാത്മാവ് എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. മനസ്സിലായി? നിറഞ്ഞ് നിൽക്കുകയാണ്. ആ പിതാവിൽ നിന്ന് ജനിച്ചവൻ, പിതാവിൽ നിന്ന് പുറപ്പെട്ടവൻ. പരിശുദ്ധാത്മാവ് ഒരിക്കലും ജനിച്ചതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. മനസ്സിലായി? പരിശുദ്ധാത്മാവ് ഒരിക്കലും ജനിച്ചതായിട്ട് എങ്കിലും നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് യേശു കർത്താവിന്റെ പേരെന്താണ്? ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, ദി ഓൺലി ബിഗോട്ടൻ സൺ ഓഫ് ഗോഡ്. പിതാവിൽ നിന്ന് രണ്ടുപേര് ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരേ ഒരാൾ, പിതാവിൽ നിന്ന് ജനിച്ച ഏകജാതനായ പുത്രൻ, ഓൺലി ബിഗോട്ടൻ. ബിഗോട്ടൻ സൺ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. വ്യക്തിത്വം അനാദിയുള്ളതാണ്. വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ശരീരമില്ല. പരിശുദ്ധാത്മാവിന് നിത്യമായ വ്യക്തിത്വമുണ്ട്. സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, നിത്യമാണ്, ആത്മാവാണ്. ആ വിധത്തിലെല്ലാം വ്യക്തിത്വം. ശരീരമില്ല. ശരീരധാരിയായി തീർന്നത് ദൈവപുത്രൻ മാത്രമാണ്. പിതാവ് ഒരിക്കലും ശരീരം എടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പൊ നിത്യനായ ദൈവം തന്റെ പുത്രനിലൂടെയും തന്റെ പരിശുദ്ധാത്മാവിലൂടെയും പ്രവർത്തിക്കുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് നമ്മൾ വായിക്കുന്നില്ല. അപ്പം ദൈവം 3 വ്യക്തികളായി പ്രവർത്തിക്കുന്നെങ്കിലും ഏക ദൈവമാണ് 3 വ്യക്തികളായി പ്രവർത്തിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കളെ പോയാവും. അവർ പറയും ബ്രഹ്മാവും വിഷ്ണു മഹേശൻ. ബ്രഹ്മാവും എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു. വിഷ്ണു
വിഷ്ണു രക്ഷിക്കുന്നു, പിന്നെ മഹേശൻ കൊല്ലുന്നു. അപ്പൊ അങ്ങനെയുള്ള ത്രിമൂർത്തികളല്ല നമുക്കുള്ളത്. നമുക്ക് ത്രിമൂർത്തിയില്ല, ത്രിമൂർത്തി വിശ്വാസമേ ഇല്ല. അത് ഒരിക്കലും ക്രൈസ്തവ വിശ്വാസമല്ല. തൃത്വം എന്നുള്ള വാക്ക് ബൈബിളിലില്ല. എന്നാൽ കർത്താവ് അവസാനമായിട്ട് പറയുന്നതാണ്, നിങ്ങൾ പോയി വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, നാമങ്ങളിൽ നല്ല പറയുന്നത്. ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട്. നമ്മള് ഇപ്പം മത്തായിയുടെ സുവിശേഷം 28-ന്റെ ഏതാ വാക്യം വായിച്ച്? 19-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, ഏകനാമം. 3 പേര് കണ്ടില്ലേ? 3 വ്യക്തികൾ. അതുകൊണ്ടാണ് തൃത്വം എന്ന് പറഞ്ഞത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ നിന്നല്ല, നാമത്തിൽ. അതുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതിൽ പറയും നമ്മൾ, നാമങ്ങളിൽ നിന്നല്ല. ഏക സത്യ ദൈവം, ഒരേ ഒരു ദൈവം. ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ യഹോവ ഏകനാകുന്നു. അങ്ങനെയല്ലേ നമ്മള് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ 3ആയിട്ട് കാണാൻ പാടില്ല. ദൈവം 3അല്ല, ദൈവം ഏകനാണ്. അതുകൊണ്ട് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മ ശക്തിയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. സൃഷ്ടിയും രക്ഷയും അതുപോലെ ശിക്ഷയും എല്ലാം. അപ്പം ബൈബിളില് ദൈവത്തിന്റെ ഏകത്വം സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആരംഭത്തിൽ. അത് ഉറപ്പിച്ചതിന് ശേഷമാണ് ദൈവത്തിലുള്ള ബഹുത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിലുള്ള ബഹുത്വ വ്യക്തിത്വത്തെ കുറിച്ച്. നമ്മുടെ ഇതിപ്പോ എന്ന് പറയുമ്പോൾ ഈ പുതിയ നിയമം വരുന്നതിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ് ഏത് പുസ്തകം? സങ്കീർത്തന പുസ്തകം. സങ്കീർത്തനം BC 1000-നടുത്തില്ല. അതിലെ 2-ാമത്തെ സങ്കീർത്തനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. അവിടെ പറഞ്ഞു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കും, എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഭൂമിയുടെ അറുതികളെ നിനക്ക് അവകാശമായി തരും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ അത് പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിലാണ് വായിക്കുന്നത്. അപ്പൊ നീ എന്നിൽ നിന്ന് പുറപ്പെട്ടവനാണ്, നീ ഭരിച്ചോടുക, നിനക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് ആരാ പറയുന്നത്? പിതാവാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ നമുക്ക് ബഹുത്വം കാണാൻ സാധിക്കും. ഒരേ ദൈവത്തിലുള്ള ബഹുത്വത്തെ അവിടെ കാണാൻ സാധിക്കല്ലേ? 110-ാം സങ്കീർത്തനം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാൽ, നിന്റെ വലത്തുഭാഗത്തിരിക്കും കർത്താവ്, എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം. വായിച്ചു. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് കണ്ടില്ലേ? അപ്പൊ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ്. അവിടെ യഹോവയാണ് മുൻകൈ എടുക്കുന്നത്, യഹോവയാം ദൈവം. അതേ സമയത്ത് യേശു കർത്താവിനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്. മനസ്സിലായി? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പിതാവിന്റെ എല്ലാവിധമായിട്ടുള്ള ദൈവത്വം പുത്രനിലും ഉണ്ട്. പിതാവ് ഒരു വലിയ ദൈവവും പുത്രൻ ഒരു കൊച്ചു ദൈവവുമല്ല, തുല്യതയുണ്ട്. മനസ്സിലായി? ദൈവത്വത്തിന് ഒരു കുറവും പുത്രനിൽ ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഈ തൃത്വം വിശ്വാസത്താൽ സ്വീകരിക്കാനേ സാധിക്കുള്ളൂ. മാനുഷികമായ കാര്യങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധിക്കില്ല. ലോകത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഉപമാനം കൊണ്ട് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവ്, നിത്യമായ 3 വ്യക്തിത്വങ്ങളാണ്. ഈ വ്യക്തിത്വം ഒരിക്കലും മത്സരിക്കാറില്ല. ഈ വ്യക്തിത്വം എപ്പോഴും ഒരുമിച്ച് പ്രവർത്തിക്കാറുണ്ട്. ആ പ്രവൃത്തിയുടെ മുൻകൈ എടുക്കുന്ന പിതാവ്, ചെയ്യുന്നത് പുത്രൻ, ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ശക്തി പരിശുദ്ധാത്മ ശക്തിയാണ്. നമ്മുടെ വേദപുസ്തകം തുറക്കുമ്പോൾ ഇവിടെ വായിക്കുന്ന എന്താണ്? ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ആഴത്തിന്മേൽ, ഭൂമി പാഴും ശൂന്യമായിരുന്നു. അപ്പൊ ആഴത്തിന്മേൽ എന്നുണ്ടായിരുന്നു? ഇരുട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ആവസിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്.
വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആരെ? ദൈവത്തിന്റെ ആത്മാവ്. അവിടെ തന്റെ ബഹുത്വം നമുക്ക് കാണാൻ സാധിക്കും. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പം മോശ കണ്ടത് ആരെ ആയിരിക്കും? യേശു കർത്താവിനെ ആയിരിക്കും. മനസ്സിലായി? ഈ മനുഷ്യരോട് ഇടപെട്ടിട്ടുള്ളതെല്ലാം ദൈവപുത്രനാണ്. പിതാവാം ദൈവം അങ്ങനെ നേരിട്ട് ഇടപെട്ടിട്ടില്ല. അപ്പം ഇവിടെ നമ്മള് സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജ്ഞാനമായി വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞിട്ട് 8-ാമത്തെ അധ്യായം, അതുപോലെ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, 8:29. ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു, എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെയായിരുന്നു. അപ്പൊ ഇവിടെ ഈ 8-ാം അധ്യായത്തിൽ ജ്ഞാനം എന്ന് പറയുന്ന ആ വ്യക്തി, ജ്ഞാനം ഒരു വ്യക്തിയെ പോലെ സംസാരിക്കുന്നു. ജ്ഞാനം വിളിച്ചു പറയുകയാണ്, ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് താഴോട്ട് പറയുമ്പോൾ പറയുന്നത് എന്താണ്? അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. മനസ്സിലായി? ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. ആര്യ? യഹോവയുടെ പ്രമോദമായിരുന്നു. ഞാൻ അവന്റെ ശില്പിയായിരുന്നു. കെട്ടിടം പണിതത് ആരാണ്? കൊട്ടാരക്കരയിലെ ബ്രദറുകാരാണെന്ന് പറയും. എന്നാൽ ഒരു കൽപ്പണിക്കാരൻ എന്ന് പറയും ഞാനാണ് ഇതൊക്കെ പണിതതെന്ന് പറയും. അപ്പൊ ശില്പി ആരാണ്? ആ കൽപ്പണിക്കാരനാണ് ശില്പി. പണിതത് കൊട്ടാരക്കരക്കാർ പറയും ഞങ്ങൾ ബ്രദറുകാരെല്ലാം കൂടെ പണിതാണ്. ശില്പി എന്ന് പറയും ഞാനാണ് ഇത് പണിതെന്ന് പറയും. ഇത് ആര് പറഞ്ഞാൽ ശരി? രണ്ടും ശരിയാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോഴും വെള്ളത്തിന്മീതെ വൃത്തം വരച്ചപ്പോഴും ഒക്കെ ഞാൻ അവന്റെ അടുക്കൽ അവന്റെ ശില്പിയായിരുന്നു. എന്റെ പ്രമോദം അവനോടുകൂടെയായിരുന്നു. മനസ്സിലായ? അപ്പം പിതാവിന്റെ പ്രമോദം പുത്രനിലും, അല്ലെങ്കിൽ പുത്രന്റെ പ്രമോദം പിതാവിനോടുകൂടെയും, ആ പിതാവിന്റെ സൃഷ്ടിയെല്ലാം സൃഷ്ടിക്കുന്നതിന് ശില്പി പുത്രനുമായിരുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. മനസ്സിലായി? ഇവിടെ പറയുന്നു. അപ്പം യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിന്റെ ആരംഭത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ ഉളവായതല്ല. ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഫൈലോ എന്നൊക്കെ പറഞ്ഞ ഫിലോസഫേഴ്സ് പറഞ്ഞു, ഈ കാണപ്പെടുന്ന സൃഷ്ടിയെല്ലാം ആരെങ്കിലും ഇരുന്നിങ്ങനെ ഉണ്ടാക്കിയതല്ല. കലം ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്തംഭം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയല്ല. ഒരു ശബ്ദം പറഞ്ഞാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വേർഡ്, ഒരു ശബ്ദം. വേർഡ് എന്ന് പറയുമ്പോൾ ഒരു ശബ്ദം. അപ്പം അത് പ്രഖ്യാപിച്ചാണ് ഉണ്ടാകട്ടെ എന്ന്. അപ്പൊ എല്ലാം ഉണ്ടായി. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ പറയാണ് അത് കറക്റ്റാണ്. ഒരു ശബ്ദം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അപ്പോൾ ഉണ്ടായി. ആ ശബ്ദം എന്ന് പറയുന്നത് വേറെ ശബ്ദമാണോ? ഇങ്ങനൊരു ശബ്ദമാണോ? ഒരു പൊട്ട് ശബ്ദമല്ല, ജ്ഞാനനിപുണമായ ശബ്ദം, ഒരു കുറവുമില്ലാത്ത ജ്ഞാനത്തിന്റെ പൂർണ്ണതയുള്ള ശബ്ദം പ്രഖ്യാപിച്ചു. കൊട്ടാരക്കരയിൽ ഒരു കരയുണ്ടാകട്ടെ, ഒരു തോറുണ്ടാകട്ടെ, ഒരു മരം ഉണ്ടാകട്ടെ, ഒരു നക്ഷത്രം ഉണ്ടാകട്ടെ, ഒരു ചന്ദ്രൻ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന പോലെ പ്രഖ്യാപിച്ചു. അപ്പോഴെന്ത് ചെയ്തു? ഉണ്ടായി. ആ ശബ്ദം ആരുടെ കൂടെ ആയിരിക്കണം? ജ്ഞാനസമ്പൂർണമായിട്ടുള്ള ജ്ഞാനത്തിന്റെ നിറവായിരിക്കുന്ന ആ ശബ്ദം ആരോടെ ആയിരിക്കണം? ദൈവത്തോടു കൂടെ ആയിരിക്കണം. ആ ജ്ഞാനനിപുണമായ എല്ലാത്തിനെയും സൃഷ്ടിച്ച രൂപകൽപ്പന ചെയ്ത ശബ്ദം ആരായിരിക്കണം? ദൈവമായിരിക്കും. മനസ്സിലായി? അവിടെ ആ ഫിലോസഫി നമുക്ക് കാണാൻ സാധിക്കും. തത്വജ്ഞാനം എന്താണ്? ആദിയിൽ ദൈവം ഉണ്ടായിരുന്നല്ലേ കേൾക്കുന്നത്? ആദിയിൽ ആ ശബ്ദം ഉണ്ടായിരുന്നു, വേർഡുണ്ടായിരുന്നു. ലോഗോസ് എന്ന് പറയുന്നതാണ് ഗ്രീക്കിലെ വേർഡ് എന്നുള്ളതിനുള്ള വാക്ക്. ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു.
ലോഗോസ് മുഖാന്തര സകലവും ഉളവായി. ആ ലോഗോസ് ആരുടെ ആയിരുന്നു? ദൈവത്തിലൂടെ ആയിരുന്നു. ആ ലോഗോസ് ആരായിരുന്നു? ദൈവമായിരുന്നു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായം പറഞ്ഞിരിക്കുന്നു. അവനെ കൈക്കൊണ്ട് 12-ാം വാക്യം പറയും, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുക. അപ്പൊ ഈ ലോഗോസിനെ നമ്മുടെ ഹൃദയത്തിലാക്കണം. അപ്പം അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ വചനം ജ്ഞാനനിഗൂഢമായ വചനമായിരുന്നു, ജ്ഞാനമായിരുന്നു. ആ ജ്ഞാനം വിളിച്ചു പറയാണ്, ഞാൻ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ഭൂമിയുടെ മീതെ വൃത്തം വരച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇത് ആരാ എഴുതുന്നത്? ഇത് എഴുതുന്നത് ശലോമോനാ എഴുതുന്നത്. ശലോമോൻ യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല, മനസ്സിലായി? അപ്പോ ഏതാണ്ട് 1000 വർഷത്തിനടുത്ത് വരുന്ന കാലങ്ങൾക്ക് മുമ്പെയാണ് ഇത് എഴുതി വെച്ചത്. അത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു നിത്യരാജാവിനെ കുറിച്ച്. നീ എന്റെ പുത്രൻ, ഇത് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ അറുതി വരെ നിനക്ക് തരും. അത് 1000 BC എഴുതിയതാണ്. ആരെഴുതി? ദാവീദ് എഴുതിയതാണ്. അതുപോലെ യെശയ്യാവിന്റെ പുസ്തകം എന്ന് പറയുന്നത് 8-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്. അത് നമ്മൾ ആദ്യം കണ്ടത് 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ നിത്യപിതാവാണ്. പിതാവെന്ന് പറഞ്ഞാൽ ജന്മം കൊടുക്കുന്നവൻ, എല്ലാറ്റിലും ഉറവിടമെന്നല്ല. അവൻ നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. അവന്റെ രാജ്യത്വത്തിന്റെ വർധനവിനും സമാധാനത്തിനും അവസാനം ഉണ്ടാകുക. അവസാനിക്കാത്ത രാജ്യത്തിന്റെ വർധനവ് ഒരിക്കലും നിൽക്കാതെ വർദ്ധിച്ചുകൊണ്ട് വരുന്ന രാജ്യത്തിന്റെ അധിപതി ആരായിരിക്കും? ദൈവമായിരിക്കും എന്നല്ല എഴുതിയേക്കുന്നത്. ഇതിനെന്താ എഴുതിയേക്കുന്നത്? ദൈവത്തിന് ജനിച്ച പുത്രനായിരിക്കും. നീ എന്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ദൈവപുത്രനായിരിക്കും ആ നിത്യരാജാവ് എന്ന് എഴുതിയേക്കുന്നത്. മനസ്സിലായി? അപ്പം വേദപുസ്തകം അവസാനിപ്പിക്കുമ്പോൾ 22-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ എന്താ പറയുന്നത്? അവർ എന്നേക്കും രാജാക്കന്മാരായി. നമ്മളെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ്, ഭരിക്കാൻ വേണ്ടി. അങ്ങനല്ലേ പറഞ്ഞത്? നീ സകലത്തിന് മീതെ വാഴുക എന്നാ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനല്ലേ? ആ വാഴാനുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ എന്ത് വേണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുകയും അതിന്റെ തെളിവായിട്ട് ദൈവത്തെ അനുസരിക്കുന്നു. അതിനു വേണ്ടി ഒരു ടെസ്റ്റിന് വേണ്ടി എന്ത് ചെയ്തു? അവിടെ ഒരു ജീവവൃക്ഷവും ഒരു അറിവിന്റെ വൃക്ഷവും ഏദൻ തോട്ടത്തിൽ ദൈവം മുളപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കി വെച്ചു. അപ്പൊ അത് അവനോട് പറഞ്ഞു, നീ ഇവിടെ ഉള്ളതെല്ലാം എടുത്തോളാൻ പറഞ്ഞു. ഇഷ്ടം പോലെ ആപ്പിൾ വേണമെങ്കിൽ കഴിക്കാം, എന്തോ പഴം വേണമെങ്കിലും കഴിക്കും, ഇത് മാത്രം കഴിക്കരുത്. അപ്പം കുറച്ചാൾ അങ്ങനെയൊക്കെ ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് സാത്താൻ എന്ന് പറഞ്ഞു, നിനക്കിപ്പം എല്ലാം തന്നിരിക്കുന്നില്ലയോ? ആരാ? ദൈവം. ഇനി ആ ദൈവത്തിൽ വേറൊന്നും നിനക്ക് കുറച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പോ എന്താ ബാക്കിയുള്ളത്? ദൈവത്തെ പോലാകണം. അതങ്ങ് പ്രാപിക്കണമെങ്കിൽ ഈ പഴം കൂടെ അങ്ങ് തിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീ ദൈവത്തെ പോലാകും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ സഹോദരി പോയി അത് പറിച്ച് തിന്ന് ഭർത്താവിനും കൊടുത്ത് ആകപ്പാടെയാക്കി. എന്നാൽ അങ്ങനെ അനുസരണക്കേട് കാണിച്ച ജനങ്ങളെ ദൈവം ഉടനെ അങ്ങ് കത്തിച്ചു കളഞ്ഞാൽ പോരായിരുന്നു. ഇത് പോട്ടെന്ന് പറയാം, കത്തിച്ചു കളഞ്ഞ ദൈവം ആ ജനങ്ങളെ വർദ്ധിക്കാൻ അനുവദിക്കും. അവരിൽ നിന്ന് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ ഉള്ളിൽ സ്വീകരിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കണം. വാർത്തെടുത്തിട്ട് അവർ എന്നേക്കും രാജാക്കന്മാരെ. അവൻ രാജ്യത്വത്തിന്റെ വർധനവിനും സമാധാനത്തിനും അവസാനം ഉണ്ടാക്കി. അവസാനിക്കാത്ത രാജ്യത്വം ആർക്ക് കൊടുക്കുന്നു? മനുഷ്യന് കൊടുക്കുന്നു. അതാ വെളിപ്പാട് പുസ്തകം പറയുന്നത്. അവൻ മനുഷ്യരെ ആരോട് കൂടെ വാഴാനാ പോകുന്നത്? നാം സഹിക്കും. നമ്മുടെ തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നതാണ്, നാം മരിച്ചുവെങ്കിൽ
ജീവിക്കും. സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും. തള്ളിപ്പറയുന്നെങ്കിൽ അവരും നമ്മെ തള്ളിപ്പറയും. ആ വാക്യം അറിയാമോ? നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ വാക്യം പറഞ്ഞിട്ട് 2 തിമോത്തിയോസ് ആ 2:11. ആ വായിച്ചു. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. അപ്പൊ 2 തിമോത്തിയോസ് 2:11 വാക്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ന് അവനോടുകൂടെ മരിച്ചുവെങ്കിൽ എന്ന് പറഞ്ഞാൽ പാപ സ്വഭാവമുള്ള നമ്മള് ഒന്ന് മരിച്ചിട്ട് ജീവൻ പ്രാപിക്കുന്നു. മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിച്ച് ജീവിക്കും. അവനോട് സഹിക്കുന്നെങ്കിൽ അവനോട് വാഴും. അവന് തള്ളിപ്പറയുന്നുവെങ്കിൽ അവന് നമ്മെ തള്ളിപ്പറയും. അവന് 2 ഗ്രൂപ്പായിട്ടാണ് മാറാൻ പോകുന്നത്. ഒരു ഗ്രൂപ്പ് അവനോട് സഹിച്ച് അവനോടുകൂടെ നിൽക്കും, മറ്റേ ഗ്രൂപ്പോ തള്ളിപ്പറയും, അവനെ ദൈവവും തള്ളിപ്പറയും. അപ്പൊ ഈ സഹിച്ചു കൂടെ നിൽക്കുന്ന, അവന്റെ മുഖമേറ്റ് അവനോടുകൂടെ ജീവിക്കുന്ന, തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് തന്നെത്താൻ ത്യജിച്ച് അവന്റെ മുഖമെടുത്ത് അവനോടുകൂടെ ജീവിക്കുന്നവരെ അവൻ നിത്യരാജാക്കന്മാരാണ്. അത് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ നമ്മള് ധനവാന്റെ മേശയിൽ നിന്നുള്ള എച്ചിലും തിരിഞ്ഞ് ചൊറിയും പിടിച്ച് പടിപ്പുരയ്ക്ക് പുറത്ത് കിടന്നാലും മരണശേഷം കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലാത്ത നിത്യത പ്രാപിക്കുന്നവരായിട്ട് മാറും. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള മഹത്വമല്ല ഏതുമില്ല. പൗലോസ് പറയുന്നു, ഞാനത് സാരമില്ല എന്നല്ലേ. ഈ ലോകത്തിലെ മഹത്വമൊക്കെ ഏതുമില്ല എന്നല്ലേ, കഷ്ടതയൊക്കെ സാരമില്ല എന്നല്ലേ. കാരണം പരമവിളിയുടെ ബിരുദനെ ലാക്കാക്കി ഓടുന്നതുകൊണ്ട്. പരമവിളിയുടെ ബിരുദെന്ന് ചെറുതായിട്ട് കണ്ടപ്പോൾ തനിക്ക് ഇവിടെ എന്തോ കിട്ടിയിട്ടും അതിന് പകരമായിട്ട് കാണാൻ സാധിക്കില്ല. യേശു കർത്താവ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചാണ് മത്തായിയുടെ സുവിശേഷം അതിന്റെ 13-ാമത്തെ അധ്യായത്തിലല്ലേ വായിച്ചത്. നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ. അതിന്റെ വാക്യം പറഞ്ഞു 13:43. അവിടെ വായിക്കുന്നത് നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ? പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു നിത്യതയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ നിത്യതയിൽ നമ്മൾ സൂര്യനെ പോലെ പ്രകാശമുള്ളവരായി ക്രിസ്തുവിനോടുകൂടെ വാഴുമ്പോൾ ആരുടെ രൂപത്തിലായിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന്, യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് 2 പ്രാവശ്യം നമ്മൾ വായിച്ചു തോന്നുന്നു. 1 യോഹന്നാൻ 3:2 വാക്യം, അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. 1 യോഹന്നാൻ 3:1-2. നാം ഇന്ന് കാണുന്നത് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പൊ നമ്മള് യേശുവിന്റെ രൂപമുള്ളവരായി, യേശുവിന്റെ തേജസ്സുള്ളവരായി, യേശുവിനോടുകൂടെ തീരാത്ത രാജ്യത്തിലെ ഭരണകർത്താക്കളായി വാഴുമ്പോൾ നമ്മുടെ പേരെന്താണ്? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളായിട്ട് വാഴും, കൊച്ചു ക്രിസ്തുക്കളായിട്ട് വാഴും. അതുകൊണ്ടാണ് യേശു കർത്താവ് നമ്മെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാൻ. മനസ്സിലായി? അപ്പം ക്രിസ്തു എന്ന ഏകജാതനായ ദൈവപുത്രനോടുകൂടെ ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി നിത്യത പുലരാനുള്ള ഒരു ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2:9 നമ്മൾ വായിക്കുന്നത് എന്താണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലാത്തൊരു നിത്യതയാണ് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ആ നിത്യത പ്രാപിക്കാനുള്ള ഒരാവേശം, ഒരു ഭ്രാന്ത് നമുക്ക് കയറിക്കഴിഞ്ഞാൽ, ഇവിടെ ഒരാൾ പറയാം, എടാ ഇച്ചിരി കള്ളം പറഞ്ഞാലേ നിനക്ക് ഞാൻ ഒരു $100 തരാം, മാസം തോറും കിട്ടും. അല്ല, ഇച്ചിരി കള്ളം പറയാം, ഇച്ചിരി അതിശോക്തി പറഞ്ഞാലും, ഇച്ചിരി കൂട്ടി പറഞ്ഞാലും, ചിലതൊക്കെ ഒന്ന് മറച്ചു വെച്ചാലും നിനക്ക് അതിനേക്കാളും കുറച്ച് $കൂടെ കിട്ടും. അമേരിക്കൻ സായിപ്പ് നേരിട്ട് അതങ്ങ് ചെയ്യാമെന്ന് പറയും.
അങ്ങനെയാണ് അനേകർ എന്ത് ചെയ്യുന്നത്? തെറ്റിപ്പോകും. എന്നാൽ യഥാർത്ഥമായ ദർശനമുള്ളവർ വിശുദ്ധിയെ തികച്ച് ലക്ഷ്യം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകും. ഞങ്ങൾ കാണുന്നതിനല്ല കാണാത്തതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം 4:18. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്ത നിത്യമായിട്ടുള്ളതിനെ കണ്ടുകൊണ്ടാണ് പൗലോസൊക്കെ ഓടിയത്. അതുകൊണ്ട് അവസാനം കാര്യത്തിങ്ങനെ ഈർച്ചപാട് കൊണ്ട് കണ്ടിച്ചപ്പോ അയ്യോ വിടണേന്ന് പറഞ്ഞ് അലച്ചു. സ്തെഫാനോസിനെ എറിഞ്ഞപ്പോ അയ്യോ വിടണേന്ന് പറഞ്ഞ് അലച്ചു. മനസ്സിലായി? പത്രോസിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പം പറഞ്ഞ് എന്നെ തലകീഴായിട്ട് ക്രൂശിച്ചോളാൻ പറഞ്ഞു. എന്നെ ക്രൂശിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കർത്താവിന്റെ പാദം മുത്താൻ സാധിക്കുന്നു. അപ്പൊ ആ ധീരത ഉണ്ടായതിന്റെ കാരണം ഒന്ന് ദൈവശക്തി, രണ്ടാമത്തെ ദർശനം. മനസ്സിലായി? അവര് കാണുന്നതിനെ കാണാത്തതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇവിടുത്തെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ 10-80 വർഷം, ചെറിയൊരു ആയുസ്സാണ്. ഈ ആയുസ് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യും. ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ശൈശവ ദശയില്ല, ഒരു യൗവന ദശയില്ല, ഒരു വാർദ്ധക്യ ദശയില്ല. ഉണ്ടോ? ഇല്ല. നമ്മളിവിടെ കുറച്ചാണ് ഇങ്ങനെ കയറി ഇറങ്ങാൻ പോയി, തീർന്നു. ആ തലമുറ കഴിഞ്ഞു, അടുത്ത തലമുറ ഇല്ലേ, മാറിപ്പോകും. ഇവിടെ സ്ഥിരമായ ഒരു അപ്പച്ചനും ഇല്ല, ഒരു അമ്മച്ചിയും ഇല്ല, ഒരു കുഞ്ഞുമില്ല, ഒരു അങ്ങനെയുള്ള അവസ്ഥ ഒന്നുമില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ദിവ്യ ദർശനം നമുക്ക് ശരിക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ കാഴ്ചപ്പാടുണ്ടാവൂ. ആ ദിവ്യ ശക്തി നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ അത് ജീവിക്കാനുള്ള ഒരു ആത്മബലം ഉണ്ടാകുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ദർശനവും വേണം, ശക്തിയും വേണം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ക്രിസ്ത്യാനികളായി തീരാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തോടാകത്തില്ല. നമ്മൾ പലപ്പോഴും ചില ആരാധനയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ, അവിടെ ഒരു ജീവനുമില്ല, ശക്തിയില്ല. ഉപദേശം പറയുമ്പോൾ ഭയങ്കര ആവേശമാണ്. ആരാധിക്കാൻ പോകുമ്പോഴോ അവിടെ ഒരു ആവേശവും കാണുന്നില്ല. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഉത്സാഹത്തിന് മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. എരിവുള്ളവർ പാട്ടുപാടി ഇറങ്ങിയിരിക്കും, അങ്ങനെ പാടും. എരിവുള്ളവരായിട്ട് നമ്മൾ റോമാലേഖനം 12-ാം അധ്യായത്തിന് 11 വായിച്ച് ഉത്സാഹത്തിന് മടുപ്പില്ലാതെ 11-ാമത്തെ വാക്യം 12-ന്റെ-11 റോമർ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ഇപ്പൊ എവിടെങ്കിലും ഒരു കളിയൊക്കെ നടന്നു, ആർക്കെങ്കിലും 1ാം സമ്മാനം കിട്ടിയപ്പോ കിട്ടി എന്നാ നമ്മൾ പറയുന്നത്. എന്തൊരു ഇളക്കമായിരിക്കും, എന്തൊരു ബഹളമായിരിക്കും, അല്ലേ, എന്തൊരു ആവേശമായിരിക്കും. പറയുന്നതിനൊരു ജീവൻ, എഴുതുന്നതിനൊരു ജീവൻ, അത് പിന്നെ ഓർക്കുമ്പോൾ അതുപോലെയുള്ള ജീവൻ, അല്ലേ? ആവേശമില്ലേ? ആവേശമൊന്നുമില്ലാതെ ചത്തേ ചതയെന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഇല്ലോ നിങ്ങൾ കണ്ടറിയാം. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കും, ഒന്നിൽ നീ എന്ത് വേണം? തണുക്കണം, ഇല്ലെങ്കിൽ ചൂടാണ്. ശീതോഷ്ണമാരായ ഏത് സഭക്കാരും എടുക്കും. പന്തക്കോസ് ചെന്നാലും എടുക്കും, ബ്രദറിൽ ചെന്നാലും എടുക്കും, മർത്തമായി ചെന്നാലും എടുക്കും, എവിടെ ചെന്നാലും എടുക്കും. എന്താ? കുഴപ്പമൊന്നുമില്ലെന്നേ, ഭയങ്കര ആവേശമൊന്നും ഇല്ലെന്ന് മാത്രം. കുഴപ്പമൊന്നുമില്ല, കുഴപ്പക്കാരനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അവിടെ കസരയൊക്കെ വെറുതെ കിടക്കുന്നേ, പക്ഷെ ഇങ്ങനെയുള്ള കുറച്ചേരെ കൊണ്ടിരുന്നല്ലേ ആകട്ടെന്ന് പറയും. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശീതോഷ്ണമാനാണ്. ഇയാൾ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് ഉമിള് കളയുന്നതാണ്, ഉമിള് കളയുന്നത്. അതുകൊണ്ട് ഈ ചത്തചെന്നുള്ള കൂട്ടര് ഒരു 100 പേരുണ്ടായാലും അതിന് പകരമായിട്ട് ഒരാള് ആവേശമുള്ള ആളായിട്ടുണ്ടെങ്കിൽ അത് മതി. അതാണ് വേണ്ടത്. അതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. മനുഷ്യരെപ്പോഴും നോക്കുന്നത് എണ്ണമാണ് നോക്കുന്നത്. മനസ്സിലായത്? എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്, അളവ് നോക്കും. ദൈവം നോക്കുന്നതോ ക്വാളിറ്റിയാണ്, നിലവാരമാണ് നോക്കുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്രിസ്ത്യൻസ് ആകണം, നിലവാരമുള്ള ക്രിസ്ത്യാനികളാകണം. ഞാൻ ചുമ്മാതെ എണ്ണം കൊണ്ട് കസേര നിറയ്ക്കാനുള്ള ക്രിസ്ത്യാനികളാകുന്നത്.
നിങ്ങളുടെ പള്ളിയിൽ എത്ര പേരുണ്ട്? 1000 പേരുണ്ട്. ഓ, 1000 പേര്. നിങ്ങളുടെ അവിടെ 4 പേരേ ഉള്ളൂ. നമുക്കിപ്പം 1000 പാറക്കല്ലൂടെ കൊണ്ടുവച്ചതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു കഷ്ണം സ്വർണം കൊണ്ടുവച്ചാൽ നമ്മൾ ഏതാ നല്ലതെന്ന് പറയും? സ്വർണമായിരിക്കും. ഏതായിരിക്കും എടുക്കുന്നത്? ആ സ്വർണത്തെ ആയിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വരവിങ്കൽ യഥാർത്ഥമായിട്ട് എടുത്തുകൊള്ളപ്പെടുന്നവർ ആകണം നാം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചിരിച്ചത്. എന്താണ്? ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുക. അതിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ എബ്രായരെ കാണാനും സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയാൽ ഒക്കെയരുത്. ഇന്നും നാളെ കൊണ്ട് ക്ലാസ് തീർക്കണം, പറ്റത്തില്ല, വലിയ പ്രയാസം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിന്റെ ബാക്കി ചിന്തിക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയില് നമ്മള് 5-ാം അധ്യായം വരെ വായിച്ചു, ഇല്ലേ? അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാളും വലിയവനാണ്. പഴയ കാലത്ത് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം സംസാരിച്ചു. അത് ദൈവമാണ് സംസാരിച്ചത്. കാരണം ദൈവത്തിന്റെ പുത്രൻ മരിച്ചിട്ടില്ല. ദൈവത്തിന്റെ പുത്രന് മാത്രമേ പാപങ്ങളെ നീക്കുവാനുള്ള യാഗം അർപ്പിക്കാൻ പ്രാപ്തിയുള്ളൂ. നമ്മൾ 40-ാമത്തെ സങ്കീർത്തനത്തിൽ എന്താ വായിക്കുന്നു? അന്യയാഗം നിശ്ചയിച്ചില്ല, ഭോജനയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. അവിടെ പഴയ നിമിത്തത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദൈവപുത്രനെ കാണാൻ സാധിക്കും. സങ്കീർത്തനത്തിൽ പറയാണ്, ഇതാ ഞാൻ വരുന്നു. 2-ാം സങ്കീർത്തനത്തിൽ അവൻ രാജ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെ അറ്റം വരെയും അവൻ അവകാശമായിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. 40-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ യാഗമായി തരാൻ തരുന്നു. ഇല്ലേ? 40-ാമത്തെ സങ്കീർത്തനം വായിച്ചു നോക്കിയേ. അനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുറച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. അപ്പൊ അവിടെ മനുഷ്യരൂപം ധരിച്ച ഒരു വ്യക്തി പറയുകയാണ്. അവൻ പറയുന്നത് എന്താണ്? എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടും. പുസ്തക ചുരുളിലെല്ലാം എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലയോ? ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, മോശയുടെ പുസ്തകത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ നിവൃത്തീകരണമാണ് ഇപ്പോഴത്തെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്. ഇത് നിങ്ങൾ സാക്ഷികളാണെന്ന് പറഞ്ഞേക്കുന്നു. അതെല്ലാം എടുത്ത് വായിച്ച് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചാണ്. അവ പുസ്തക ചുരുളിലല്ല, അന്ന് ചുരുളുകളായിട്ടാണ് പുസ്തകങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഈ പേപ്പറസ് ചെടിയുടെ തണ്ടിലും പേപ്പറസ് ചെടിയുടെ അതിങ്ങനെ കീറിയെടുത്ത് ഉണക്കിയെടുത്ത പായ, അതാണ് ഈ ചുരുളായിട്ട് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ലെതറില് പറഞ്ഞാൽ മിനുസപ്പെടുത്തിയ തുകലില് എഴുതിയിട്ട് ചുരുളായിട്ട് വെച്ചേക്കും. ഏതായാലും പുസ്തകങ്ങളെല്ലാം ചുരുളാണ്. ആ പുസ്തക ചുരുളിലെല്ലാം എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെ പറയുകയാണ്, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന്. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് 40-ാം സങ്കീർത്തനത്തിൽ പറയും. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 21-ാമത്തെ 24-ാമത്തെ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം പറയാം. 24-ന്റെ 44-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്നെ കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ 3ആയിട്ടായിരുന്നു പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെ യഹൂദന്മാര് തിരിച്ചിരുന്നു. മനസ്സിലായി? മോശയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 പുസ്തകം, പ്രവാചക പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ യെശയ്യാവ് മുതൽ മലാക്കി വരെയുള്ള പുസ്തകം, സങ്കീർത്തന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇയ്യോബ്, സങ്കീർത്തനം, സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം. ഈ 3 ഗ്രൂപ്പായിട്ടാണ് അവർ തിരിച്ചിരുന്നത്. അപ്പൊ ഈ 3 കൂട്ടത്തിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ 40-ാം സങ്കീർത്തനം പറഞ്ഞതും കർത്താവ് പറഞ്ഞ് ശരിയായില്ലേ? അപ്പൊ കർത്താവ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞായിട്ടായിട്ട് അർപ്പിക്കപ്പെടാനായി ലോകത്തിലേക്ക് അയക്കപ്പെടുന്നു എന്നുള്ള തീരുമാനം ദൈവം പണ്ടേ എടുത്ത തീരുമാനം. ആ തീരുമാന പ്രകാരം വരുന്നതാരായിരുന്നു? ദൈവപുത്രനാണ്.
ആ ദൈവപുത്രന്റെ വരവിനെ കുറിച്ചാണ് ഈ പ്രവാചകന്മാർ കുറേശ്ശായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എവിടെ ജനിക്കും? ബേത്ലഹേമിൽ ജനിക്കും. എങ്ങനെ ജനിക്കും? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അയക്കുന്നില്ലേ യെശയ്യാവിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അല്ലേ? 14-ാമത്തെ വാക്യം, 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ കന്യക ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കും. ഏത് സ്ഥലത്ത് പ്രസവിക്കും? എവിടെ പ്രസവിക്കുന്നത്? ബേത്ലഹേമിലാണ് പ്രസവിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നത് മീഖായുടെ പുസ്തകം ഏതാ പറഞ്ഞേ? മീഖായുടെ പുസ്തകം 5:2 വായിച്ചു. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. കണ്ടില്ലേ? അപ്പം മീഖായുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ ബേത്ലഹേമേ, യഹൂദയിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ ഒന്നായ ബേത്ലഹേമേ, നീ ആ കൂട്ടത്തിൽ ചെറിയ ഒരു ഗ്രാമമാണെങ്കിലും എനിക്ക് അധിപതിയായിരിക്കേണ്ടവൻ എവിടെ നിന്ന് ഉദ്ഭവിച്ചു വരും? നിന്നിൽ നിന്ന് ഉദ്ഭവിച്ചു വരും. അവന്റെ ഉദ്ഭവം എന്ന് മുതലാണുള്ളത്? 2000 വർഷങ്ങൾക്ക് മുമ്പല്ല, പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. മനസ്സിലായി? അവൻ പണ്ടേ ഉള്ളതും പുരാതനമായതുമായ ഉദ്ഭവ ഉള്ള ദൈവത്തിന്റെ പുത്രൻ എവിടെ ജനിക്കണം? ബേത്ലഹേമിൽ ജനിക്കണം. കന്യക ഗർഭിണിയായിട്ട് ജനിക്കണം. അവൻ എന്തോ പേരായിരിക്കണം? ഇമ്മാനുവേൽ, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ എന്നുള്ള പേരായിരിക്കണം. അങ്ങനെ ഒരു ദൂതൻ വന്ന പേര് കൊടുക്കാൻ ഒക്കും? ദൈവം നമ്മോട് കൂടെ ആണ്. അവൻ നിത്യരാജാവാണ്. അവൻ രാജ്യത്വത്തിന്റെ വർധനവിനും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അതിനെ കുറിച്ച് 110-ാം സങ്കീർത്തനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചാൽ എന്താ? അവന്റെ പേര് കർത്താവ് എന്നാണ്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു ഇത്. അപ്പം നമ്മള് ചില വസ്ത്രത്തിനകത്തൊക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ വര കാണുന്നത് പോലെ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലും ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട്. മനസ്സിലായി? അവരുടെ ജീവിതം മുഴുവൻ ഞാൻ ചില ബൈബിളിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പ്രീമിയർ ബൈബിളാന്ന് തോന്നുന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളെന്ന് പറഞ്ഞ് 2 പേജുണ്ട്. അപ്പം പഴയ നിയമത്തിലെല്ലാം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ പറഞ്ഞതുപോലെ അവൻ വന്നിരിക്കുന്നു. ആ പറഞ്ഞതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞതാണ്. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം നമ്മൾ സാധാരണ വായിക്കാറില്ലേ? അവിടെ എന്താ വായിക്കുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 53. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. അയച്ചു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ കൈ പോലെ വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെ അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല. മതി. അതിന്റെ 5-ാമത്തെ വാക്യം, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ആരാ? ഒരു രൂപഗുണമില്ലാത്ത സാധാരണക്കാരനെ പോലൊരു മനുഷ്യൻ. ആളിനെ കുറിച്ച് പറയുന്നത് എന്താണ്? നമ്മുടെ സമാധാനത്തിനാണ് ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. എല്ലാവരും പാപികളാണ്, ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്തിന് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ എന്താ ചെയ്തു? നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും, ഒരാളിന്റെ 2 പേരിന്റെയും ഒരു ദേശത്തിന്റെയോ ഒരു ജാതിയുടെ അല്ല, മനുഷ്യവർഗത്തിന്റെ മുഴുവന്റെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെ താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നു. യേശു കർത്താവിനെ വിസ്തരിക്കുന്ന സമയത്ത് നീ എന്താണെന്നും സംസാരിക്കാത്തതെന്ന് പീലാത്തോസ് ചോദിച്ചില്ലേ? മൗനമായിട്ടിരുന്നു. അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടിനെ ഭരിച്ചുകൊണ്ടാണ് പോകും. അതിനുള്ള ദയവൊന്നും കാണിക്കത്തില്ല. എന്നാൽ രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ. രോമം കത്തിരിക്കുന്നത് ആടിന്റെ ഒരു സുഖമാണ്. കാരണം ഈ രോമമെല്ലാം, ചെമ്മരിയാടിന്റെ രോമമെല്ലാം കൂടെ വലിയ ഭാരമാണ്. നമ്മുടെ തലമുടി ഒരുപാട് വളർത്തിയതിനു ശേഷം ഒന്ന് കണ്ടിച്ചു കഴിഞ്ഞാലോ, ശരിക്കും ഒന്ന് വെട്ടിച്ചു കഴിഞ്ഞാലോ ഭയങ്കര ആശ്വാസമാണ് അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ രോമം കത്തിരിക്കുന്ന സമയത്ത്
ഈ ആടിന് വലിയ സുഖമാണ്. അതുകൊണ്ട് ആടിങ്ങനെ അനങ്ങാതെ നിന്ന് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർദ്ദയമായിട്ട് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഇടപെടുമ്പോൾ രോമം കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ അതെല്ലാം മരണം ആസ്വദിച്ചു. നമ്മളെ പ്രായത്തിൽ വായിച്ചില്ല, മരണം ആസ്വദിക്കുക. അവനെല്ലാം സഹിക്കുന്നു. എന്നിട്ടടിയൊക്കെ എന്താണ്? വായ തുറക്കാതെ പിടിപ്പിക്കും. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായ തുറക്കാതെ നിന്നിട്ടും അവൻ തുറക്കാതെ നിന്നു. അവൻ പീഡനത്താൽ ശിക്ഷാവിധിയാൽ എടുക്കപ്പെട്ടു. ജീവനുള്ള ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും അവന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലാതിരുന്നു, എന്നാൽ അവന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവനെ കൊന്നപ്പോൾ ആരെങ്കിലും വിചാരിച്ചു ഇത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന്? എന്നിട്ട് പറയാം, അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവൻ ചെയ്ത തെറ്റെന്താ എന്ന് ചോദിച്ചിട്ട് എന്താണ് ആർക്കും പറയാൻ സാധിച്ചില്ല. പീലാത്തോസ് എന്താ പറഞ്ഞു? ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ആര്യം എന്താ പറഞ്ഞയച്ചു? നീ ഇടപെടല്ലേ എന്ന് പറഞ്ഞയച്ചു. കൂടെ ക്രൂശിച്ച കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. കാത്തു നിന്ന ശതാധിപൻ എന്ന് പറഞ്ഞു, അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പം ആർക്കും ഒരു കുറ്റം പറയാൻ സാധിച്ചില്ല. മാത്രമല്ല കർത്താവ് തന്നെ വെല്ലുവിളിച്ച് ചോദിച്ചു ലോകത്തെ, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുന്നത്? ആരെങ്കിലും പറഞ്ഞു? ഒരു കുറ്റമെങ്കിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ലോകത്തിൽ ജനിച്ചിട്ടുണ്ടോ? ജീവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ടോ? എന്നിട്ട് പറയാണ്, ഛേദിക്കപ്പെട്ടു എന്ന് എന്റെ ജനത്തിന്റെ അതിക്രമങ്ങൾ നിമിത്തം. 8-ാമത്തെ വാക്യം, അവന് ദണ്ഡനം വന്നു എന്ന് അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലാതെ ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോട് ശങ്കുലി കൊടുത്തു. 2 കള്ളന്മാരോട് കൂടിയാണ് അവനെ കൊന്നത്, അല്ലേ? എന്നിട്ട് പറയാണ്, അവൻ കൊടുത്തു. അവന്റെ മരണത്തെ അവൻ സമ്പന്നന്മാരോടുകൂടെയായിരുന്നു അവനെ അടക്കിയത്. അരിമത്യക്കാരനായ ജോസഫ് എന്ന് പറഞ്ഞ മന്ത്രിയുടെ കല്ലറയിൽ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയായിരുന്നു, അല്ലേ? എന്നിട്ട് പറയും, എന്നാൽ അവനെ തകർത്തു കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഈ ഒരാളെ തകർക്കാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഏത് വ്യക്തി ഇത്? എഴുതിയ ആൾക്ക് പോലും പിടികിട്ടി കാണത്തില്ല. മനസ്സിലായി? എഴുതിയ ആൾക്ക് പോലും പിടികിട്ടി കാണുകയില്ല. 9-ാം അധ്യായത്തിൽ അവന്റെ ജന്മത്തെ കുറിച്ച് പറഞ്ഞു, അവൻ രാജ്യത്തിന്റെ വർധനവിന് അവസാനം ഉണ്ടാകില്ല. 7-ാം അധ്യായത്തിൽ മുമ്പ് നമ്മൾ വായിച്ചത്, അതിന്റെ 14 വായിച്ചത് എന്താ? കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചിരിക്കുന്നു. അവനെന്താ പേര്? ഇമ്മാനുവേൽ പേരെന്ന് പേര് കൊടുത്തിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി. ഇങ്ങനെ ആരെക്കുറിച്ചെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഇങ്ങനെ തീർന്നതിന് ശേഷം അവൻ പിന്നെ സന്തതിയെ കാണുന്നു. സംഭവിച്ചിട്ടുണ്ടോ ലോകത്തിൽ? ഇല്ല. ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പല രീതിയിൽ. അങ്ങനെ വേറെ ആരെ കുറിച്ചെങ്കിലും പറയാൻ സാധിക്കും? ഇത് എത്രയോ പാപികളാണ് യേശുക്രിസ്തുവിന്റെ ഈ യാഗം മൂലം നീതിമാന്മാരായി തീർന്നിരിക്കുന്നത്, ഇല്ലേ? നീതിമാന്മാരായി തീർന്നിട്ടില്ലേ? അനേകായിരങ്ങൾ എത്ര തലമുറയായിട്ട്, അല്ലേ? എന്നിട്ട് പറയാണ്, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് ഓഹരി കൊടുക്കും, ബലവാന്മാരോട് അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൻ തന്നെ. കൃത്യമായിട്ട് 100% ഈ 53-ാം അധ്യായം യേശു കർത്താവിന്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടു. അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു, സാഹസം ഒന്നും ചെയ്തിട്ടില്ല, അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നു, അതിക്രമക്കാരോട് എണ്ണപ്പെട്ടു. അവൻ തന്റെ പ്രാണനെ ഒരു അകൃത്യാഗമാക്കി തീർത്തു. പിന്നെ സന്തതിയെ കണ്ടു, ദീർഘായുസ് പ്രാപിച്ചു, അനേകരുടെ പാപങ്ങളെ അവൻ നീതീകരിച്ചു. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ദൈവത്തിന്റെ പ്രവചനം നിവൃത്തിയാക്കിക്കൊണ്ട് ക്രിസ്തു മരിച്ചു. എന്നാൽ അത് കാലസമ്പൂർണതയിലാണ്.
ദൈവം നിശ്ചയിച്ച സമയത്താണ്. അതുവരയ്ക്കും അതിലേക്ക് ലോകത്തെ നയിക്കാൻ, അതിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വഴിയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരുക്കമായിട്ടാണ് പഴയ നിയമത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴയ നിയമം എന്തായിരുന്നു? നിഴലായിരുന്നു. പഴയ നിയമം നിഴലായിരുന്നു. യാഗങ്ങളുടെ നിഴൽ, യാഗങ്ങളാലുള്ള നിഴൽ. യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിഴലായിട്ട് അവിടെ പാപപരിഹാരമായിട്ട് യാഗമർപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ മനുഷ്യനെ പാപബോധം വരുന്നുണ്ടായിരുന്നു പഴയ നിയമം. എന്തിനാണ്? പാപത്തെ കുറിച്ചുള്ള മോചനത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനായിട്ട്. അവൻ പാപിയാണോ? പാപിയാണ്. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നെന്ത് വേണം? നീ യാഗം അർപ്പിക്കണം. അപ്പൊ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹാപുരോഹിതൻ അവന് വേണ്ടി വർഷം തോറും യാഗം അർപ്പിക്കും. കാരണം പാപബോധം, കുറ്റക്കാരനാണെന്നുള്ള ബോധം. ആ ബോധത്തോടുകൂടി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യും. അവന്റെ വിശ്വാസം ദൈവം നീതിയായി കണക്കെടുക്കും. അവനെ എന്ത് ചെയ്യും? ഇങ്ങനെ യാഗം അർപ്പിച്ചത് കൊണ്ട്, ദൈവത്തിന്റെ വചനപ്രകാരമുള്ള കൽപ്പന പ്രകാരമുള്ള യാഗം അർപ്പിച്ചത് കൊണ്ട് അവനെ രക്ഷയ്ക്കായിട്ട് സൂക്ഷിക്കും. അവന് അന്ന് പൂർണ്ണമായ രക്ഷ കിട്ടിയിട്ടില്ല. അവൻ രക്ഷാപൂർത്തി പ്രാപിച്ചില്ല എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? അവർ രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. അവരെ രക്ഷയ്ക്കായിട്ട് സൂക്ഷിച്ചു. എവിടെ സൂക്ഷിച്ചു? സൂക്ഷിച്ചേ? പാതാളത്തിൽ യാതൊരയില്ലാത്ത സ്ഥലം. തെളിവെന്താണ്? ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആരെ കുറിച്ചാണ്? ധനവാന്റെയും ലാസറിന്റെയും കഥ വായിക്കുന്നു. ലാസർ ചെന്നെടുത്ത് യാതന ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അവിടെ ആരുണ്ടായിരുന്നു? അബ്രഹാം ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ മടിയിലാണ് ലാസർ എത്തിയത്. ധനവാൻ ചെയ്യുന്നത് എവിടാണ്? യാതനയുള്ള സ്ഥലത്ത്. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദനപ്പെടുന്നു, ഇല്ലേ? കണ്ടില്ലേ അത്? ലൂക്കോസിന്റെ സുവിശേഷം 16-ന്റെ ബാക്കി 24. അബ്രഹാം പിതാവെ വായിച്ചു. എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം പാതാളത്തിൽ തന്നെ രണ്ട് ഭാഗം. ഒരു ഭാഗം യാതനയുള്ള സ്ഥലം, ഒരു ഭാഗം ആശ്വസിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 16-ന്റെ എത്രാമത്തെ വാക്യം വായിച്ച്? 16-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ട്, അല്ലേ? അപ്പം ലൂക്കോസിന്റെ സുവിശേഷം ഒരു ഭാഗത്ത് വേദനയുണ്ട്, ഒരു ഭാഗത്ത് ആശ്വസിക്കുന്നു. ലാസർ ആശ്വസിക്കുന്നു, ധനവാൻ വേദനപ്പെടും. ഒരു ഭാഗത്ത് എന്തുണ്ട്? ജ്വാലയിൽ കിടന്നു, ജ്വാലയുണ്ട്. മറുഭാഗത്ത് അത് ഇല്ല. മനസ്സിലായോ? അപ്പോൾ ആശ്വാസമേ ഉള്ളൂ. ആ ആശ്വാസമുള്ള സ്ഥലത്ത് ആരുണ്ട്? അബ്രഹാമുണ്ട്. ലാസർ അവിടെയാണ് എത്തിയത്. അബ്രഹാമിൽ ലാസറിനെ തന്റെ മടിയിലാണ് ഇപ്പം ഇരുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം അവിടെ ഇങ്ങനെ രണ്ടിടത്തായിട്ട് അവരായിരിക്കുന്നു. ഇത് രണ്ടും എവിടെയായിരുന്നു അറിയാമോ? പാതാളത്തിലാണ്. പാതാളം എന്ന് പറഞ്ഞാൽ ഭൂമിക്കകത്താണ്. അതോ ഭാഗം. മനസ്സിലായി? അതോ ഭാഗമാണ്. അതിന് തെളിയിക്കും. അപ്പം ഈ അതോ ഭാഗത്തിലാണ് അവരെല്ലാം കഴിഞ്ഞ്. അവരാരും മരിച്ചിട്ട്, അബ്രഹാമും അതുപോലെ അന്നത്തെ പാപികളും മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. പോയിട്ടുണ്ടോ? അബ്രഹാം മരിച്ചപ്പോൾ സ്വർഗത്തിൽ പോയിട്ടില്ല. എവിടാ പോയത്? യാതനയില്ലാത്ത പാതാളത്തിൽ, ഷിയോളിലാ പോയത്. അപ്പം ആ യാതനയില്ലാത്ത പാതാളത്തിൽ കഴിഞ്ഞിരുന്നു. മറ്റൊരു യാതനയുള്ള പാതാളത്തിൽ കഴിഞ്ഞു. എങ്കിൽ രണ്ടുപേരും ഒരിടത്തായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പാതാളം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? ഇവിടെ വെച്ച് അബ്രഹാമിനോട് ആര് സംസാരിക്കുന്നു? ധനവാൻ സംസാരിക്കുന്നു. മേലോട്ട് നോക്കിയപ്പോൾ കാണാം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടുത്തടുത്താണ്. അതേ പറയാം. അപ്പൊ ഇവർ അടുത്തടുത്താണ്, ഒരേ അടുത്താണ്. ഒരിടത്ത് യാതനയുണ്ട്, ഒരിടത്ത് യാതനയില്ല. തങ്ങൾ കാണാം, വർത്തമാനം പറയാം. എന്നാൽ ഇങ്ങോട്ടൊന്ന് അയക്കണേന്നും പറയുന്നില്ല. അങ്ങ് സ്വർഗത്തിലും പാതാളത്തിലുമാണ് ഈ അയക്കാനുണ്ട്. ഇങ്ങോട്ട് അയക്കണേന്ന് പറയുന്നു. ആര് പറയുന്നു? ധനവാൻ പറയുന്നില്ലേ? ലാസറിനെ ഇങ്ങോട്ടൊന്ന് അയക്കണേ,
വെള്ളത്തിൽ അവന്റെ വിരൽ മുക്കിയിട്ട് നാവിനെ ഒന്ന് തണുപ്പിക്കണേന്ന് പറയുന്നുണ്ട്. അപ്പൊ അടുത്തടുത്ത് തന്നെ രണ്ട് ഭാഗം അത് ഒന്ന് മുകളിലും ഒന്ന് താഴെ എന്നാ പറഞ്ഞത്. ഹേഡീസ് എന്ന് പറയുന്നതാണ് പാതാളം. അപ്പൊ അത് മുകളിലോട്ട് നോക്കി അബ്രഹാമിനെ കണ്ടു, താഴോട്ട് നോക്കി താഴോട്ട് നോക്കിയ ധനവാനെ കാണാം. അങ്ങനെയുള്ള രണ്ടിടം ഉണ്ടായിരുന്നു. അവൻ എന്റെ പ്രാണനെ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും എന്ന് സങ്കീർത്തനത്തിൽ വാക്യം ഇല്ലേ? സങ്കീർത്തനത്തിൽ ഒരു വാക്യം. എന്നാൽ ഇന്ന് അബ്രഹാം പാതാളത്തിലല്ല, ഇന്ന് പറുദീസയില്ല, ഇന്ന് പാതാളത്തിലല്ല. കാരണം എന്താണെന്നറിയാമോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചു. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കണ്ടില്ലേ? അപ്പം യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ പോയി? പാതാളത്തിലേക്ക് പോയി. അവിടെ ചെന്ന് പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ പാതാളത്തിന്റെ അധികാരത്തിലായിരുന്ന അബ്രഹാമിനെയും ലാസറിനെയൊക്കെ പിടിച്ചുകൊണ്ട് എവിടെ പോയി? ഉയരത്തിൽ കയറി. ഉയരത്തിൽ എവിടെയാ കയറിയത്? പറുദീസയിൽ. പറുദീസ എവിടെ? 3-ാം സ്വർഗത്തിൽ. അതെവിടെ വാക്യം? 2 Corinthians 12-ാം അധ്യായം. 2 Corinthians 12:2. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെ എന്നും ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. വായിച്ചോ. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വ്യക്തമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മനുഷ്യനെ കുറിച്ച് എനിക്കറിയാം. അവൻ പറുദീസയോളം എടുക്കപ്പെട്ടു, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ പറുദീസ ഇവിടെ 3-ാം സ്വർഗത്തിലാണ്. അപ്പൊ ഉണ്ടെന്നില്ല ഇവിടെ പറഞ്ഞു. ഞാൻ എങ്ങനെ അറിയുന്നു? ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരാള് പറുദീസയോളം എടുക്കപ്പെട്ടു, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ 3 സ്വർഗം ഉണ്ടെന്ന് അറിയാമോ? അതിന്റെ അപ്പുറത്തിന് എത്ര സ്വർഗം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ലുസ്ത്രയിൽ വെച്ച് കല്ലേറ് കൊണ്ടിട്ട് മരിച്ചു പോയെന്ന് പറഞ്ഞ് ഇട്ടേച്ചും പോയാണ്. അപ്പോഴായിരിക്കാം, എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ പ്രാണൻ ഇങ്ങനെ വിട്ടുപോയപ്പോ എവിടം വരെ? ലുസ്ത്രയിൽ വെച്ച് മരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എറിഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞ് അവര് കളഞ്ഞു വെച്ചു പോയി, എറിഞ്ഞവര്. അങ്ങനെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനപ്പുറത്ത് എത്ര സ്വർഗം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. മനസ്സിലായി? നമ്മള് ഇത് വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെ ശരീരം കൂടാതെ എന്ന് ഞാൻ അറിയുന്നില്ല. ശരീരം ഉള്ളവനെ പോലെ പോയി 3-ാം സ്വർഗമൊക്കെ കണ്ടേച്ച് തിരിച്ച് ശരീരത്തിൽ വന്നു. ആരാ? പൗലോസ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. അപ്പോ അക്ഷരീയമായിട്ട് അവിടത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ എന്നാണ് അങ്ങോട്ട് കൊണ്ടുപോയത്? കർത്താവ് ക്രൂശിൽ മരിച്ച സമയത്ത്, മരിച്ചതിന് ശേഷം എവിടേക്ക് ഇറങ്ങിച്ചെന്നു? പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ആയിരുന്നു. ബദ്ധന്മാരാരാണ്? പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ. അവരെല്ലാവരും പാതാളത്തിന്റെ അധികാരത്തിലായിരുന്നു. കാരണം അവരുടെ പാപങ്ങളെ നീക്കുവാൻ പര്യാപ്തമായിട്ടുള്ള യാഗം അർപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അവരുടെ പാപങ്ങളെ നീക്കുവാൻ മതിയായ യാഗം അന്നുവരേക്കും അർപ്പിക്കപ്പെട്ടിട്ടില്ല. നിഴലായ യാഗങ്ങളാണ് അർപ്പിക്കപ്പെട്ടിരുന്നത്. പഴയ നിയമ ഭക്തന്മാരെ കണ്ട ആത്മാക്കളെ അവർക്ക് രക്ഷാപൂർത്തി കൊടുക്കാനായിട്ട് അവരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്കായിരുന്നു. അതുവരേക്കും അർപ്പിക്കപ്പെട്ട ഒരു യാഗത്തിനും അവരുടെ പാപത്തെ നീക്കുവാൻ കഴിവില്ലായിരുന്നു. മനസ്സിലായോ? മൃഗയാഗങ്ങൾക്ക് പാപത്തെ നീക്കുവാൻ കഴിവില്ല. അതുകൊണ്ട് ആ യാഗങ്ങളെ അന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പരമയാഗത്തിന്റെ നിഴലായിട്ടാണ് അത് കൊടുത്തിരുന്നത്. യേശു കർത്താവ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായിട്ട് അർപ്പിക്കപ്പെടുന്നത് വരെ. അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിൽ വായിക്കുന്ന കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ പുത്രനായിട്ട് ക്രിസ്തു ജനിച്ചെന്ന് വായിക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ ആ കാലസമ്പൂർണത വരുന്നത് വരയ്ക്കും അതിന്റെ നിഴലായ യാഗങ്ങൾ അർപ്പിച്ചോളാൻ പറഞ്ഞു. ആ പരമയാഗം അർപ്പിക്കപ്പെട്ടപ്പോൾ ഇനി ഈ നിഴലൊക്കെ
മാറിപ്പോയി. പഴയ നിയമം കൊടുത്തപ്പോൾ മനുഷ്യർക്ക് പാപത്തെ കുറിച്ച് ബോധം വന്നു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടുകൾ ആ പാപമെല്ലാം തന്റെ മേൽ ഏറ്റെടുത്തു. അനേകരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ മരിച്ചു, അകൃത്യാഗമായി തീർന്നു. മനസ്സിലായി? അവൻ അനേകരുടെ പാപങ്ങളെ വഹിച്ചും എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. തെളിവായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്ഥിരീകരണത്തിനായി എന്ത് ചെയ്തു? അനേകർക്ക് പ്രത്യക്ഷനായി. എത്ര നാള്? 40 നാൾ. ഒരു ദിവസം 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. അപ്പൊ അങ്ങനെ പ്രത്യക്ഷനായി ഉറപ്പിച്ചു കൊടുത്ത് ഞാനിതാ ജീവിച്ചിരിക്കുന്നു. തോമസ് പറഞ്ഞെന്താ? കണ്ടല്ല, ഞാൻ അങ്ങോട്ട് ഇവിടെ ചങ്കിൽ കുറ്റിയുടെ ഉണ്ട്, അവിടെ വിരലിടണം, പിന്നെ അവന്റെ കൈ ഇങ്ങനെ കാണണം, എന്നിട്ടേ ഞാൻ വിശ്വസിക്കണം എന്ന് പറയുന്നു. തോമസിന് മുമ്പിൽ എന്തായാലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ ഭാഗ്യമായിപ്പോയി. തോമസിനോട് പറഞ്ഞു, തോമസേ, ഒറ്റ വിളിയ, എന്റെ കൈ കാണ്, എന്റെ ചങ്കിലേക്ക് എന്റെ വിരലിടാൻ പറഞ്ഞു. ആപ്പാടെ അദ്ദേഹത്തിന്റെ വിരലിടേണ്ട, കൈയും കാണേണ്ട ഒന്നും. അദ്ദേഹം യേശു കർത്താവിന്റെ പാദത്തിൽ വീണിട്ട് പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമായിട്ട് വേദിച്ചു. എന്റെ കർത്താവും എന്റെ ദൈവവുമായിട്ട് നീ കണ്ടുകൊണ്ട് വിശ്വസിച്ചു, കാണാൻ വിശ്വസിക്കുന്ന. അതുകൊണ്ടാണ് അങ്ങേര് ഇവിടെ വന്നത്. എവിടെ വന്നു? ഇവിടെ കൊടുങ്ങല്ലൂർ വന്നു. അപ്പം കാണാം ബ്രാഹ്മൺസ് ഇങ്ങനെ വെള്ളം കോരി ആകാശത്തേക്ക് എറിഞ്ഞിട്ട് സൂര്യനെ തൊഴുന്നു രാവിലെ. അപ്പം തോമസ് ചോദിച്ചു, ഈ വെള്ളം കോരി നിർത്ത കുഴി കാണിക്കാമോ? എറിയുന്ന വെള്ളം മോളി നിർത്താമോ? അതെങ്ങനെ പറ്റും? അത് പറ്റത്തില്ല. അപ്പൊ ആ ബ്രാഹ്മണന്മാരോട് എന്ത് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാമെന്ന്. വെള്ളം കോരി മുകളിലോട്ട് എറിഞ്ഞു, അവിടെ നിർത്തി, താഴെ കുഴിയും കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് കേരളത്തിൽ സുവിശേഷം ആദ്യമായിട്ട് പ്രസംഗിക്കപ്പെട്ടതും മാനസാന്തരം നടന്നു. മനസ്സിലായോ? അതിനുശേഷം ഇദ്ദേഹം മദ്രാസിൽ ചെന്നിട്ട് അവിടെ ചെന്ന് പാണ്ഡിപ്പറയന്മാർ ശൂലം കൊണ്ട് കുത്തി. അതാണ് സെന്റ് തോമസ് മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ അദ്ദേഹം കുത്തുകൊണ്ടിട്ട് പോയി ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. അവിടെ ഇപ്പോൾ കത്തോലിക്ക ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. മദ്രാസിൽ പോയാൽ കാണാം. എന്നിട്ട് മൈലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തന്നെ അടക്കിയത്. അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് കത്തോലിക്കൻ. 3 സ്ഥലത്തും പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് ദിവസം പോകുന്നുണ്ട്. അപ്പം കാണാനായിട്ട്, ആ സ്ഥലം കാണാനായിട്ട്. അപ്പം അദ്ദേഹം അവിടെ നിന്ന് ഇത്രയും ദൂരം പാലസ്തീനിൽ നിന്ന് കൊടുങ്ങല്ലൂർ വരെ വന്നത് എന്താ? യഹൂദന്മാരോടല്ല പറഞ്ഞത്, ഈ ബ്രാഹ്മൺസിനോടാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരാനുള്ള കാരണം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, സ്ഥിരീകരിക്കപ്പെട്ടു. എന്താ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. അവൻ തന്റെ പ്രാണനെ അകൃത്യാഗമാക്കി തീർത്തിട്ട് ദീർഘായുസ് പ്രാപിക്കും. അവന്റെ കയ്യാൽ എന്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടും എന്ന് പരിശുദ്ധനായ ദൈവം 750 വർഷങ്ങൾക്ക് മുമ്പേ യേശയ്യാ മുഖാന്തരം എഴുതി വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് the old is revealed in the new and the new is concealed in the old. എന്ന് പറഞ്ഞാൽ പഴയത് പുതിയതിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, പുതിയത് പഴയതിൽ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യമൊക്കെ ബോധ്യപ്പെട്ടത്. ഇത് പുതിയൊരു മതമല്ല, പുതിയൊരു കണ്ടുപിടുത്തമല്ല, പഴയതിലുള്ളതിന്റെ വെളിപ്പെടുത്തൽ മാത്രമാണ്. നിഴലിന്റെ പൊരുളാണ് ക്രിസ്തു. പഴയ പുരോഹിതന്മാരൊക്കെ ക്രിസ്തുവിന്റെ നിഴലുകൾ മാത്രമായി. പഴയ യാഗങ്ങളൊക്കെ ക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിഴലുകൾ മാത്രമായി. പഴയ പുസ്തകമെല്ലാം ക്രിസ്തു വരുന്നേ എന്നുള്ള പിടിച്ചു പറയില്ല. മനസ്സിലായി? ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവനിൽ വിശ്വസിക്കുന്നതിന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഇനി അവരെങ്ങും പോകണ്ട, ഒരു കാശിയിലും പോകേണ്ട ആവശ്യം. അതിന് വിശ്വസിച്ചാൽ നിത്യജീവനുണ്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് രക്ഷാദിവസം, ഇപ്പോഴാണ് സുപ്രസ്ഥാനം. പണ്ടൊന്നും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. കർത്താവ് വരുന്നതിന് മുമ്പ് അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കർത്താവ് വന്നതിന് ശേഷം പറയുന്നത് ഇപ്പോഴാണ് രക്ഷാദിവസം, ഇപ്പോഴാണ് സുപ്രസ്ഥാനം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണില്ല. ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ എബ്രായ ലേഖനം വായിച്ചുകൊണ്ട് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊരു പുതിയ പ്രസ്ഥാനമാണ്,
അത് ഒരു പഴയ പ്രസ്ഥാനമാണ്. മനസ്സിലായോ? പഴയതിന്റെ ബാക്കിയാണ്, പഴയതിന്റെ തുടർച്ചയാണ് ഇത്. രണ്ടും ദൈവത്താൽ നൽകപ്പെട്ടതാണ്, പഴയ നിയമം പുതിയ നിയമം. നിയമം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഉടമ്പടി എന്ന്, കവനന്റ് എന്ന്. ഓൾഡ് കവനന്റ്, ന്യൂ കവനന്റ്. യേശു കർത്താവ് വരുന്നത് വരെയുള്ള ഇസ്രായേലുമായിട്ട് ചെയ്ത ഉടമ്പടി. പുതിയ ഉടമ്പടിയാണ് ക്രിസ്തു വന്നതിന് ശേഷം നമ്മളുമായിട്ട് ഇപ്പം ചെയ്തിരിക്കുന്ന ഉടമ്പടി. അപ്പോൾ പഴയ നിയമം എന്ന് പറയുന്നു, പുതിയ നിയമം എന്ന് പറയുന്നു. പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച 5-ാം അധ്യായം വരെ ആയിരുന്നു തീർത്തില്ലേ? അപ്പൊ 5-ാം അധ്യായത്തിന്റെ നോട്ട്സ് ഞാൻ വായിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് സംശയമുള്ളത് വേഗം ചോദിക്കണം. ന്യായപ്രമാണ പ്രകാരം മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് മഹാപുരോഹിതനും വഴിപാട് യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെട്ടവനാണ്. താനും ബലഹീനനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ജനങ്ങൾക്കെന്ന വണ്ണം തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. ആരാ? പഴയ നിയമത്തിലെ, അത് ചേർത്താ പറയുന്നു, പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാർ. അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവർക്ക് മാത്രമേ ഈ സ്ഥാനം ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടും തന്നെ ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള സ്ഥാനം സ്വതവേ എടുത്തതല്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തവൻ കൊടുത്തതാകുന്നു. 2-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം. വീണ്ടും നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്ന് സങ്കീർത്തനം 110-ന്റെ 4-ാം വാക്യത്തിലും നാം വായിക്കുന്നു. ഗെത്സമന തോട്ടത്തിലുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ പിതാവിന്റെ ഹിതത്തിന് തന്നെ സമർപ്പിക്കുന്നതും തന്നെ അനുസരണം പഠിച്ചവനായി അവിടെ വെച്ച് എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടത്തിന് ഞാൻ സമർപ്പിക്കുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പ്രാർത്ഥന പിതാവിന്റെ ഹിതത്തിന് തന്നെ സമർപ്പിക്കുന്നതും തന്നെ അനുസരണം പഠിച്ചവനായി എന്നേക്കും തികഞ്ഞവനായി നിത്യരക്ഷയുടെ കാരണഭൂതനാക്കി തീരുന്നതിന് യോഗ്യനാക്കി തീർക്കും. ഈ സത്യങ്ങൾ കൂടുതൽ ഗ്രഹിപ്പാൻ നീതിയുടെ വചനത്താൽ അഭ്യാസം വന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്.